കൊണ്ടും മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിലെ സുഹൃത്തുക്കളുടെ സൗഹൃദം, തത്വങ്ങളുടെ സഹായം, ദൈവത്തിന്റെ സഹായം എല്ലാം കൊണ്ട് ഇന്നത്തെ ദിവസം പിടിച്ചിട്ടില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങളെ കുറിച്ചുള്ള ഈ ഒരു തുടർ പഠനം എന്നെ സംബന്ധിച്ച ഒരു പഠനമാണ്. അപ്പോൾ വീണ്ടും ആ ലിറ്ററേച്ചർ എടുത്ത് നോക്കാനും അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒക്കെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു അവസരം. എന്തായാലും ഇന്നത്തെ 9ാമത്തെ പാരമ്പര്യം, ഒരിക്കലും സംഘടിതമായ പ്രസ്ഥാനമാവരുത്, പക്ഷേ സേവന കേന്ദ്രങ്ങൾക്ക് ഉത്തരവാദികളായ കമ്മിറ്റികളോ ബോർഡോ ഉണ്ടാക്കാവുന്നതാണ്. ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ പുതുതായിട്ട് വന്നപ്പോ ഈ 12 എന്ന് പറയുന്ന പുസ്തകം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ സ്ഥിതി മാറിയിട്ടുണ്ട്. ലിറ്ററേച്ചർ ഒരു നവാഗതൻ കടന്നു വരുമ്പോഴത്തേക്ക് സുബോധ ജീവിതം എന്ന് പറയുന്ന മലയാളം പുസ്തകമുണ്ട്. ആ സുബോധ ജീവിതത്തിൽ അംഗങ്ങൾ മദ്യപിക്കാതിരിക്കാൻ അവലംബിക്കുന്ന ചില മാർഗങ്ങൾ, അതില് ഒരു ചാപ്റ്ററിൽ, അതായത് യുടെ സന്ദേശം വായിക്കുക എന്ന് പറയുന്ന 28ാമത്തെ ഒരു ഹെഡിങ് ആണ്. സുബോധ ജീവിതം എന്ന് പറയുന്ന മലയാളം പുസ്തകത്തിലെ പേജ് 75. അതില് യുടെ സന്ദേശം വായിക്കുക. അതിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറിന് ഒരു നവാഗതന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ്, 12 പടികളും 12 പാരമ്പര്യങ്ങളും, ആൽക്കഹോളിക്സ് അനോണിമസ് കംസ് ഓഫ് ഏജ്, ആസ് ബിൽ സീസ് ഇറ്റ്, ഡോക്ടർ ബോബ് ആൻഡ് ദി ഗുഡ് ഓൾ ടൈമേഴ്സ്, പാസ് ഇറ്റ് ഓൺ, കെയിം ടു ബിലീവ്, പ്രതിദിന മനനങ്ങൾ, അംഗങ്ങൾക്ക് വേണ്ടി അത്, ഡെയിലി റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പുസ്തകം, ഇൻ പ്രിസൺ, ഇൻമേറ്റ് ടു ഇൻമേറ്റ്, ലഘുലേഖകൾ, ഗ്രേപ്പ് വൈൻ. ഇത്രയും സാഹിത്യത്തെ കുറിച്ച് ഒരു നവാഗതൻ കയറി വരുമ്പോൾ നമ്മൾ കൈ കൊടുക്കുന്ന എന്താണ്, ലിവിങ് സോം സുബോധ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത്രയും പരിചയപ്പെടുത്തലുണ്ട്. അതിൽ നവാഗതന് 12 പടികളും പാരമ്പര്യങ്ങളും പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ബിൽ ഡബ്ല്യുവിനാൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിൽ യുടെ മൗലികമായ തത്വങ്ങൾ കൂടുതൽ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടും. ബ്രാക്കറ്റിൽ ഈ പുസ്തകത്തെ ചിലപ്പോൾ 12 എന്ന് വിളിക്കുന്നു. യിലൂടെ സുബോധം പ്രാപിക്കലിന്റെ പദ്ധതിയെ പറ്റി ഗൗരവമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന അംഗങ്ങൾ ബിഗ് ബുക്കിനോടൊപ്പം ഈ പുസ്തകവും പഠന ഗ്രന്ഥമായി ഉപയോഗിക്കുന്നു. നവാഗതൻ കയറി വരുമ്പോൾ തന്നെ വായിച്ചു തള്ളാവുന്ന ഈസി റീഡിംഗ് എന്നൊന്നുമല്ല, പഠന ഗ്രന്ഥമായിട്ട് തന്നെ ഒരു ബേസിക് ടെക്സ്റ്റ് എന്നുള്ള ഒരു വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രകാശനത്തിന് ശേഷം 13 വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ട, 13 വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ട ഈ ചെറിയ പുസ്തകം വ്യക്തിയുടെ തലത്തിലും ഗ്രൂപ്പിന്റെ തലത്തിലും യിലെ പെരുമാറ്റ ശൈലിയുടെ തത്വങ്ങളെ വിശദീകരിക്കുന്നു. വ്യക്തിയുടെ വളർച്ചയ്ക്ക് മാർഗനിർദ്ദേശകമായ 12 പടികൾ ബിഗ് ബുക്കിൽ വിവരിച്ചിരിക്കുന്നത് ചുരുക്കത്തിലാണ്. അതുപോലെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രൂപ്പുകളുടെ പ്രവർത്തന തത്വങ്ങളായ 12 പാരമ്പര്യങ്ങൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ രൂപം പ്രാപിച്ചു വന്നത്. മറ്റെല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവ ഈ പ്രസ്ഥാനത്തെ അതുല്യമാക്കുന്ന മുഖമുദ്രകളാണ്. എന്തായാലും ലോകത്ത് നിലനിൽക്കുന്ന മറ്റെല്ലാ പ്രസ്ഥാനങ്ങളെക്കാളും ആൽക്കഹോളിക്സ് അനോണിമസിനെ വ്യത്യസ്തമാക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങളാണ്. അപ്പോ ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ച വരെ 8ാമത്തെ പാരമ്പര്യം വരെ എത്തി. 9ാമത്തെ പാരമ്പര്യത്തിന് 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന മലയാള പുസ്തകത്തിലെ ഉള്ളടക്കത്തിൽ പേജ് നമ്പർ 12 9ാം പാരമ്പര്യത്തിന്റെ ഒരു കാച്ചിക്കുറുക്കിയ രൂപം കൊടുത്തിട്ടുണ്ട്. പേജ് 12 9ാം പാരമ്പര്യം, ഒരിക്കലും സംഘടിതമായ പ്രസ്ഥാനമാകരുത്, പക്ഷേ സേവിക്കുന്നവരോട് നേരിട്ട് ഉത്തരവാദിത്വമുള്ള സേവന ബോർഡുകളോ കമ്മിറ്റികളോ രൂപീകരിക്കാവുന്നതാണ്. പ്രത്യേക സേവന ബോർഡുകളും കമ്മിറ്റികളും ജനറൽ സർവീസ് കോൺഫറൻസ്, ട്രസ്റ്റികളുടെ ബോർഡിനും അതുപോലെ ഗ്രൂപ്പ് കമ്മിറ്റികൾക്കും അംഗങ്ങൾക്കോ ഗ്രൂപ്പുകൾക്കോ നിയന്ത്രണങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്കോ കൂട്ടമായോ കളിൽ ആധിപത്യം പാടില്ല. കടുത്ത നിർബന്ധങ്ങളില്ല. എന്തുകൊണ്ടെന്നാൽ ഓരോ
നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മോചനത്തിന്റെ പടികൾ പിന്തുടർന്നില്ലെങ്കിൽ അയാളുടെ തന്നെ മരണ വാറണ്ടിൽ ഒപ്പുവെക്കും. ഗ്രൂപ്പിന്റെ കാര്യത്തിലും ഇതേ അവസ്ഥ ബാധകമാണ്. യാതനയും സ്നേഹവുമാണ് എയുടെ അച്ചടക്ക പാലനം. സേവന താല്പര്യവും അധികാര താല്പര്യവും തമ്മിലുള്ള വ്യത്യാസം. ആവശ്യമുള്ള എല്ലാവർക്കും അവരുടെ കയ്യെത്താവുന്ന സ്ഥലത്ത് സുബോധാവസ്ഥ എത്തിച്ചു കൊടുക്കലാണ് നമ്മുടെ സേവനങ്ങളുടെ ലക്ഷ്യം. അപ്പോ ഈ ഉള്ളടക്കത്തിൽ 9ാം പാരമ്പര്യത്തിൽ പുതുതായിട്ട് ഒരു കാര്യവും പ്രത്യേകിച്ച് നിർദ്ദേശിക്കുന്നില്ല. മറിച്ച് മുൻപ് പറഞ്ഞിരിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുഖമുദ്രയായിരിക്കുന്ന ചില കാര്യങ്ങൾ വീണ്ടും എടുത്തു പറഞ്ഞ് അത് ഉറപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ലോങ് ഫോം ബിഗ് ബുക്കിലും ഉണ്ട്. അതുപോലെ തന്നെ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിലെ 190ാമത്തെ പേജിൽ 190ാമത്തെ പേജിൽ ലാസ്റ്റ് അതിന്റെ ഒരു ലോങ് ഫോം ദീർഘരൂപം 9ാം പാരമ്പര്യത്തിന്റെ 9. ഓരോ എ ഗ്രൂപ്പിന് ഏറ്റവും കുറഞ്ഞ സംഘടനാ ശേഷി ആവശ്യമുണ്ട്. നായകസ്ഥാനം മാറി മാറി വരുന്നത് ഏറ്റവും നല്ലത്. ചെറിയ ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു സെക്രട്ടറി, വലിയ ഗ്രൂപ്പ് ആണെങ്കിൽ മാറി മാറി വരുന്ന ഒരു കമ്മിറ്റി. ഒരു വിസ്തൃതമായ പ്രദേശത്തെ ഗ്രൂപ്പുകൾക്കെല്ലാം കൂടിയാണെങ്കിൽ ഒരു കേന്ദ്ര കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ കമ്മിറ്റിക്ക് വേണ്ടി ഒരു മുഴുവൻ സമയ സെക്രട്ടറിയെ നിയമിക്കുകയും ചെയ്യാം. ജനറൽ സർവീസ് ട്രസ്റ്റികൾ തന്നെയാണ് എ ജനറൽ സർവീസ് കമ്മിറ്റി. ഇവരുടെ കൈവശമാണ് എയുടെ നടപടിക്രമങ്ങൾ. സ്വമനസാല എക്ക് നൽകുന്ന സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നവരും ഇവർ തന്നെ. ഈ സഹായം കൊണ്ടാണ് ന്യൂയോർക്കിലുള്ള എ ജനറൽ സർവീസ് ഓഫീസ് നടന്നു പോകുന്നത്. നമ്മുടെ എല്ലാ വിധത്തിലുമുള്ള പൊതുജന ബന്ധങ്ങളും കൈകാര്യം ചെയ്യാൻ ഗ്രൂപ്പുകൾ ഇവരെയാണ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മുഖപത്രമായ എ ഗ്രേപ്പ് പോയിന്റിന്റെ അഖണ്ഡത ഇവർ തന്നെ ഉറപ്പു തരുന്നു. ഇതുപോലുള്ള എല്ലാ പ്രതിസന്ധികളും സേവനത്തിന്റെ ആത്മീയതയാൽ നിയന്ത്രിക്കപ്പെടണം. എന്തെന്നാൽ എയുടെ യഥാർത്ഥ നായകന്മാർ വലിയൊരു പൂർണ്ണതയുടെ വിശ്വസ്തരും അനുഭവസ്ഥരുമായ സേവകർ മാത്രമാണ്. അവരുടെ സ്ഥാനമാനങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള യാതൊരു അധികാരവും അവർ മെനഞ്ഞെടുക്കുന്നില്ല. അന്തർദേശീയമായ ബഹുമാനമാണ് ഇവരെ കൊണ്ടുള്ള പ്രയോജനത്തിന്റെ താക്കോൽ. ഇത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങളിലെ ലോങ് ഫോമിലാണ്. ഇത് വാസ്തവത്തിൽ ഈ ലോങ് ഫോം ദീർഘരൂപം എഴുതി വെച്ചിരിക്കുമ്പോൾ അതില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ട്രസ്റ്റഡ് സർവൻസിനെ കുറിച്ച്, അവരെ കുറിച്ച് ഒരു കമന്റ് ചെയ്തപ്പോഴത്തേക്ക് വരുന്ന ഒരു വാക്ക്, അവരുടെ സ്ഥാനമാനങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള യാതൊരു അധികാരവും അവർ മെനഞ്ഞെടുക്കുന്നില്ല. അപ്പോ പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളെ അംഗങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുറമേയുള്ള സംരംഭങ്ങളിൽ നിന്ന്, പ്രസ്ഥാനങ്ങളിൽ നിന്ന്, സംഘടനകളിൽ നിന്ന്, ഏറ്റവും ഉദാഹരണത്തിന് നോട്ടീസ് പ്രിന്റ് ചെയ്യുന്ന രീതി എടുത്താൽ പോലും പുറമേയുള്ള സംഘടനകളുടെ നേതാക്കന്മാര് അവരെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അറിവില്ലായ്മ കൊണ്ട് എക്സ് ഡെലിഗേറ്റ്, എക്സ് ഗ്രൂപ്പ് സെക്രട്ടറി, എക്സ് ട്രസ്റ്റി, എക്സ് അതൊക്കെ ഒരു നമ്മുടെ സേവനത്തിന്റെ ആത്മീയതയാൽ നിയന്ത്രിക്കപ്പെടുന്ന കാര്യങ്ങളല്ല എന്നാണ് ഈ പാരമ്പര്യത്തിൽ നിന്ന് വളരെ വ്യക്തമാകുന്നത്. ഇത് 9ാമത്തെ പാരമ്പര്യം ഈ 12 പടികളും പാരമ്പര്യങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 172ാമത്തെ പുറത്ത് ഇത് ആരംഭിക്കുന്നുണ്ട്. അതിന്റെ ഒരു എസ്സേ. ഇത് നമുക്ക് അറിയാം, നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങൾ. അതിനെ ഒന്ന്, അതായത് ആൽക്കഹോളിക്സ് അനോണിമസിനെ മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അംഗത്വത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അധികാരത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അഭിമാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ 3 സംഗതികളുടെ ഫ്യൂസ് ഊരുകയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങളും. ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു സ്പോക്സ്മാൻ ഇല്ല. ആരും എയെ കുറിച്ച് എയുടെ വക്താക്കളാവണ്ട എന്നൊരു ഒരു നയമുണ്ട്. ക്ലാസ് എ ട്രസ്റ്റി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫേസ് ആണ്. ബോർഡ് ഓഫ് ട്രസ്റ്റീസ് അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു
പബ്ലിക് ഇൻഫർമേഷന്റെ ഒരു വക്താവായിട്ട് നിലനിൽക്കും. ക്ലാസ് എ ട്രസ്റ്റി എന്ന് പറയുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അനോണിമസ് ആയിട്ടുള്ള ഈ ഗ്രൂപ്പിന്റെ ഒരു ഫേസ് ആണ്, പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഫേസ്. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിന് വക്താക്കളൊന്നുമില്ല. ചുരുക്കത്തിൽ മറ്റ് പ്രസ്ഥാനങ്ങളെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന അധികാരം, പണം, അഭിമാനം, ഇത് ഒരു അംഗത്തിന്, ഒരു ഗ്രൂപ്പില്, ഒരു അംഗത്തിനോ ഒരു ഗ്രൂപ്പിനോ ഒരു കമ്മിറ്റിക്കോ അധികാരത്തിനോ അഭിമാനത്തിനോ പണത്തിനോ വേണ്ടി ആൽക്കഹോളിക്സ് അനോണിമസിനെ ഉപയോഗിക്കാൻ കഴിയില്ല. അത് എങ്ങനെ കഴിയാതിരിക്കുന്നു എന്നുള്ളത് ഈ തൊട്ടു മുൻപുള്ള പല പാരമ്പര്യങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ പാരമ്പര്യത്തിലും ഒന്ന് സൂചിപ്പിക്കുന്നു. അത് വളരെ വ്യക്തമായിട്ട് അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യകാലത്ത് ആൽക്കഹോളിക്സ് അനോണിമസ് ആരംഭിച്ച തുടക്കകാലത്ത് ഏറ്റവും ചുരുങ്ങിയ സാധ്യമായിട്ടുള്ള ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകൾ പ്രവർത്തിപ്പിക്കാനും അതിന്റെ ജനറൽ സർവീസ് ഓഫീസ്, അതിന്റെ അന്ന് ഫൗണ്ടേഷൻ എന്ന് അറിയപ്പെടുന്ന ഓഫീസ് പ്രവർത്തിപ്പിക്കാനും ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വരുന്ന പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതിനെ സംബന്ധിക്കുന്ന അതിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി പൊതുജനം ബന്ധപ്പെടുന്ന ഓഫീസുകളും ഒക്കെ പ്രവർത്തിക്കാൻ വളരെ കുറച്ച്, ഏറ്റവും ചുരുങ്ങിയ സാധ്യമായ സംഘടന മാത്രം മതി എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യകാലത്ത് തീരുമാനിച്ചത്. പക്ഷേ തുടർന്നുള്ള വർഷങ്ങളിൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ നമ്മുടെ മനസ്സ് മാറ്റി, അതായത് പരീക്ഷണങ്ങളും അനുഭവങ്ങളും അതിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ നമ്മുടെ മനസ്സ് മാറ്റി. അംഗങ്ങൾ മൊത്തത്തിൽ ഒരിക്കലും സംഘടിക്കപ്പെടേണ്ടതില്ല എന്ന് ഉറപ്പോടുകൂടി പറയാൻ ഇന്ന് നമുക്ക് കഴിയും. ഈ ആൽക്കഹോളിക്സ് അനോണിമസ് തുടക്കകാലത്ത് ചുരുക്കം സംഘടനാശേഷി വേണമെന്ന് വാദിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും ഒരിക്കലും സംഘടിക്കപ്പെടേണ്ടതില്ല എന്ന് അവസ്ഥയിലേക്ക് എത്തി. അതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 9ാമത്തെ പാരമ്പര്യം. ഒരിക്കലും സംഘടിതമായ പ്രസ്ഥാനമാവരുത്. ഞാൻ ഇന്നിരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ഓണക്കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ ഒരു മദ്യ വിപണന കേന്ദ്രം കേരളത്തിലെ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബെവറേജസിന്റെ ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു. അപ്പോ ആ വർഷം കേരളത്തിൽ അന്ന് നിലവിൽ നിന്നിരുന്ന കേരള സ്റ്റേറ്റ് സർവീസ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി, അംഗങ്ങൾ, കേരളത്തിലുള്ള അംഗങ്ങൾ യുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, സംഘടിതമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ന് തന്നെ പറയാം, അറിവില്ലാതെ അജ്ഞത കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മിറ്റി. അപ്പൊ ആ കമ്മിറ്റിയുടെ ഒരു വാർഷികം, അത് കേരളത്തിലെ ആ കമ്മിറ്റി ആലോചിച്ചിട്ട്, അന്ന് ആൽക്കഹോളിക്സ് അനോണിമസിലെ കേരളത്തിലെ ജില്ലകളിൽ, എല്ലാ ജില്ലകളിലും ഇല്ല. അന്ന് ചാലക്കുടിയില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാർഷികം, കൺവെൻഷൻ, എല്ലാ വർഷമുള്ള കൺവെൻഷൻ വെച്ചു. അതിന്റെ ഉദ്ദേശം ഇതായിരുന്നു: ചാലക്കുടി പ്രദേശത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം എത്തിക്കുക. അതിനെ തുടർന്ന് സംഭവിച്ചത്, തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലയിൽ അംഗങ്ങൾ സംഘടിക്കുകയും, ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ തന്നെ സംഘടിക്കുകയും അവര് അതേ ദിവസം തന്നെ മറ്റൊരു കൺവെൻഷൻ, ഒരു ഒത്തുചേരൽ കോഴിക്കോട് അറേഞ്ച് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇവര് രണ്ടുപേരും തമ്മില് ഒരുപക്ഷെ വടംവലി നടത്തിയത് ഇതിലെ സംഘടിപ്പിക്കപ്പെടേണ്ടതില്ല എന്നുള്ള നമ്മുടെ 9ാമത്തെ പാരമ്പര്യത്തിന്റെ വാക്കാണ് 172 പേജ് നമ്പർ. എന്നാൽ അംഗങ്ങൾ മൊത്തത്തിൽ ഒരിക്കലും സംഘടിക്കപ്പെടേണ്ടതേയില്ല. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ മറ്റൊരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങൾ അവരും അവിടെ സംഘടിച്ച അതേ ദിവസം തന്നെ
ഇതിന്റെ ഈ സംഘടിപ്പിക്കപ്പെട്ടത് ഈ സംഘടന വ്യക്തികളുടെ ഒരു പ്രഭാവം അതിലുണ്ടായി. എന്തായാലും ആ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞു. അതില് ചാലക്കുടിയില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വിപ്ലവം ഉണ്ടായോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ അംഗങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഒരുമിച്ച് കൂടാനും അവരുടെ ആ പ്രദേശത്ത് അല്ലെങ്കിൽ മൊത്തത്തില് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം എത്തിക്കാനും ഉള്ള ഒരു ശ്രമം ഉണ്ടായി. പക്ഷെ ഇതേ പാരമ്പര്യത്തിൽ തന്നെ നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ 9ാമത്തെ പാരമ്പര്യത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന നമ്മൾ നേരത്തെ വായിച്ച ആ ഒരു ജിസ്റ്റ് ഈ പാരമ്പര്യത്തിന്റെ ഒരു ഡിസ്റ്റിൽഡ് രൂപം, അതിന്റെ അവസാനം എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട്. ആവശ്യമുള്ള എല്ലാവർക്കും അവരുടെ കയ്യെത്താവുന്ന സ്ഥലത്ത് സുബോധാവസ്ഥ എത്തിച്ചു കൊടുക്കലാണ് നമ്മുടെ സേവനങ്ങളിലെ ലക്ഷ്യം. ചാലക്കുടിയില് ഒരു ബ്രാൻഡി ഷോപ്പിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡി വിറ്റ സ്ഥലത്ത് ആൽക്കഹോളിക്സ് അമിതമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ആ പ്രദേശത്ത് കൂടുതൽ എത്തിക്കണം എന്ന് ഒരു ഗ്രൂപ്പ് കേരളത്തിൽ തീരുമാനിച്ചെങ്കിൽ, ഒരുപക്ഷെ വിദേശ രാജ്യത്ത് ഉള്ള ഒരു മലയാളികളുടെ ഒരു കൂട്ടം അവർക്ക് അവരുടെ കയ്യെത്താവുന്ന സ്ഥലത്ത് സുബോധാവസ്ഥ എത്തിച്ചു കൊടുക്കലാണ് അവരുടെ സേവനങ്ങളുടെ ലക്ഷ്യമെന്ന് അവർക്ക് തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഈ മിഡ് നൈറ്റ് സ്റ്റാർസ് എന്ന് പറയുന്ന ഈ ഒരു അന്താരാഷ്ട്ര ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പില് ഇന്ന് ഈ സമയത്ത് നമ്മൾ പാരമ്പര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇത് സംഘടിപ്പിക്കപ്പെടുകയല്ല. ഇത് ആവശ്യമുള്ള എല്ലാവർക്കും അവരുടെ കയ്യെത്താവുന്ന സ്ഥലത്ത് എങ്ങനെ സുബോധാവസ്ഥ എത്തിച്ചു കൊടുക്കാമെന്നുള്ള നമ്മുടെ സേവനങ്ങളുടെ ഒരു ലക്ഷ്യമാണ്, അതിന്റെ ഒരു കുന്തമുനയാണ്. അപ്പോ ഈ ചാലക്കുടിയിലും ഈ മിഡ് നൈറ്റ് സ്റ്റാറിലും നടക്കുന്ന 2 സംഭവങ്ങളും അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 9ാമത്തെ പാരമ്പര്യം തന്നെയാണ്. കാരണം ഇത് സംഘടിതമായിട്ടുള്ള ഒരു പ്രസ്ഥാനം അല്ല, സംഘടിപ്പിക്കപ്പെടുകയുമല്ല, ഏറ്റവും കുറച്ച് സംഘടനയുടെ പ്രവർത്തനങ്ങളുമല്ല, മറിച്ച് ആവശ്യക്കാരന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം അവന്റെ കയ്യെത്താവുന്ന ദൂരത്ത് എത്തിച്ചു കൊടുക്കാൻ തക്കവണ്ണമുള്ള സേവന മേഖല ഒരുക്കി കൊടുക്കലാണ്. അപ്പോ ഇത് വളരെ കൃത്യമാണ്. ഞാൻ ഈ ചാലക്കുടി സംഭവമൊക്കെ പറഞ്ഞത് പാരമ്പര്യത്തെ കുറിച്ച് ഒരു ഗ്രൂപ്പ് തുടർച്ചയായിട്ട് അതിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വലിയ ഒരു വലിയ തിരിച്ചറിവ് ഇതിനെ ശ്രദ്ധിക്കുന്ന ഒരു അംഗത്തിന് കിട്ടും. ഒറ്റ വാക്ക് ഇതിൽ ഈ 12 പാരമ്പര്യങ്ങളിലൂടെ നിരന്തരമായിട്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വലിയ തിരിച്ചറിവ് മറ്റൊരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വ്യക്തിയെ കുറിച്ചോ ഒരു ഗ്രൂപ്പിനെ കുറിച്ചോ വിമർശിക്കാൻ, അതായത് തലേ കൂടെ മുണ്ടിട്ടല്ലാതെ വിമർശിക്കാൻ ഒരു അംഗം മടിക്കും, അറയ്ക്കും. കാരണം അത്തരത്തിലുള്ള ഒരു മെമ്പറിന്റെ ഒരു വാദങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസ് സ്വീകരിക്കില്ല, തള്ളിക്കളഞ്ഞിരിക്കുക. ഇവിടെ തന്നെ ഈ 9ാമത്തെ പാരമ്പര്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നയിക്കാനും ഭരിക്കാനുമുള്ള ശക്തിയാണ് എല്ലായിടത്തുമുള്ള സംഘടനയുടെ അന്തസത്ത. പേജ് 172 2ാമത്തെ പാരഗ്രാഫിന്റെ അവസാനത്തെ സെന്റൻസ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നയിക്കാനും ഭരിക്കാനുമുള്ള ശക്തിയാണ് എല്ലായിടത്തുമുള്ള സംഘടനയുടെ അന്തസത്ത. എന്നിട്ടും ആൽക്കഹോളിക്സ് അനോണിമസ് ഇതിനൊരു അപവാദമാണ്. എന്നിട്ട് ഈ നയിക്കാനും ഭരിക്കാനും, അത് എങ്ങനെയൊക്കെ നയിക്കുന്നു, എങ്ങനെയൊക്കെ ഭരിക്കുന്നു മറ്റുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കൂ, നമുക്ക് നോക്കാം. അംഗത്വ നിയമങ്ങളില്ലാത്ത ഒരു രാജ്യത്തെ പറ്റി, ആൽക്കഹോളിക്സ് അനോണിമസിന് അംഗത്വ നിയമം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇതിൽ അംഗമാവാം. അംഗത്വ നിയമങ്ങളില്ലാത്ത ഒരു രാജ്യത്തെ പറ്റി, ഒരു പള്ളിയെ പറ്റി, ഒരു രാഷ്ട്രീയ കക്ഷിയെ പറ്റി, ഒരു സേവന സംഘടനയെ പറ്റി ആരെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ട് വീണ്ടും 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 അടിവരയിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് പിന്നെയും 9ാമത്തെ പാരമ്പര്യത്തിൽ പറയുന്നു, അംഗങ്ങളെ അച്ചടക്കമുള്ളവരാക്കാൻ കഴിയാത്ത,
അത്യാവശ്യ നിയന്ത്രണങ്ങളോടുള്ള അനുസരണം ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു സംഘത്തെ കുറിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ ഈ മറ്റ് ലോകത്തുള്ള ഈ നയിക്കാനും ഭരിക്കാനും ഉള്ള ശക്തിയുള്ള മറ്റുള്ള സംഘടനകളിൽ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് നടപ്പിലാവില്ല. ഭൂമിയിലെ മിക്കവാറും എല്ലാ സംഘടനകളും അതിന്റെ ചില അംഗങ്ങൾക്ക് മറ്റുള്ളവരെ അനുസരണയുള്ളവരാക്കാനും കുറ്റക്കാരെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ പുറന്തള്ളാനുള്ള അധികാരം നൽകുന്നില്ലേ? ഇവിടെ എന്നിട്ടും ആൽക്കഹോളിക്സ് അനോണിമസ് ഇതിനൊരു അപവാദമാണ് എന്ന് പറഞ്ഞിട്ട് ജനറൽ സർവീസ് കോൺഫറൻസിനോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് കോൺഫറൻസിനോ അല്ലെങ്കിൽ ജനറൽ സർവീസ് ഓഫീസിനോ ഇതിന്റെ ഏറ്റവും എളിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കമ്മിറ്റിക്കോ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗത്തിന് ഒരു ഒഫീഷ്യൽ ഡയറക്ഷൻ നൽകാനോ ഒരു ഔദ്യോഗിക നിർദ്ദേശം നൽകാനോ അത് ഉറപ്പിക്കാനോ കഴിയില്ല. ഏതെങ്കിലും ശിക്ഷ നടപ്പാക്കുന്നതിനെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ല. അനവധി തവണ നമ്മളത് ശ്രമിച്ചതാണ്, അനവധി തവണ. പക്ഷെ പൂർണ്ണ പരാജയമായിരുന്നു. എപ്പോഴത്തെയും ഫലം പൂർണ്ണ പരാജയം. അംഗങ്ങളെ പുറത്താക്കാൻ ഗ്രൂപ്പുകൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മള് ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, പാരമ്പര്യങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ ഈ 12 സ്റ്റെപ്സ് റിക്കവറിയുടെ, പേഴ്സണൽ റിക്കവറിയുടെ 12 സ്റ്റെപ്സിൽ നമ്മൾ പറയുന്ന സ്പിരിച്വാലിറ്റിയുടെ ഒക്കെ വലിയ വർത്തമാനങ്ങളുണ്ട്. അതവിടെ നിലനിൽക്കെ തന്നെ അതേ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെയും അന്നത്തെ പലതരത്തിലുള്ള സ്പിരിച്വാലിറ്റിയുടെ എല്ലാം പ്രസരണം കിടന്നിട്ടും നമ്മുടെ ഗ്രൂപ്പുകൾ ഫോം ചെയ്തപ്പോൾ ആൽക്കഹോളിക്സ് ഒരുമിച്ച് റിക്കവറിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ തമ്മിത്തല്ലിന്റെയും അധികാരത്തിന്റെയും അതുപോലെ ഭയത്തിന്റെയും പണത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങളിൽ, അതുകൊണ്ടാണ് നമ്മുടെ ഈ 12 പടികളും പാരമ്പര്യങ്ങളുടെ മുൻപ് നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞത്, സ്ഫോടനാത്മകമായ ഇത്തരം വലിയ കുഴപ്പങ്ങളിൽ നിന്ന് അവിടെ നിന്നാണ് 9ാമത്തെ പാരമ്പര്യം ഉണ്ടായത്. ചാലക്കുടിയില് ഈ പാരമ്പര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ ഏറ്റവും കഷ്ടപ്പെടുന്നവന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ റിക്കവറി എത്തിക്കാൻ പോയപ്പോ പാരമ്പര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടാത്ത കേരളത്തിന്റെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു സമൂഹം വിഘടിച്ചു നിന്നു, സംഘടിപ്പിക്കപ്പെട്ടു. അപ്പോ ഇവിടെ നമ്മുടെ പാരമ്പര്യത്തിൽ പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരംഗത്തിനും ഒഫീഷ്യലായിട്ടൊരു നിർദ്ദേശം കൊടുക്കാനോ ഒരു ഗ്രൂപ്പിന് കൊടുക്കാനോ ഒന്നും കഴിയില്ല. ഇനി ആരെങ്കിലും ഒക്കെ ഒന്ന് പുറന്തള്ളി നോക്കട്ടെ. അങ്ങനെ പുറന്തള്ളി നോക്കുമ്പോ അവര് ഇവിടെ എഴുതിയിരിക്കുന്നത്, പേജ് 173 എഴുതിയിരിക്കുന്നത്, അംഗങ്ങളെ പുറത്താക്കാൻ ഗ്രൂപ്പുകൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പുറത്താക്കപ്പെട്ടവർ ഇത് ഞങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾക്ക് ഞങ്ങളെ പുറത്തു നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യോഗസ്ഥലത്തിരിക്കാൻ മടങ്ങി വന്നിരിക്കും. അങ്ങനെ മടങ്ങി വന്നവരുണ്ട്, അത്തരക്കാര് ആൽക്കഹോളിക്സ്, I am an alcoholic by the grace of God and with the help of this wonderful fellowship എന്നുള്ള വലിയ വാചകങ്ങളൊന്നും അടിക്കില്ല. അത്തരക്കാര് സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ അംഗമാണ് ഞാൻ, എന്റെ പേര് ഇന്നതാണ്, കഴിഞ്ഞു, ദൈവത്തിന്റെ സഹായം, ഗ്രൂപ്പിന്റെ സഹായം, അതുകൊണ്ട് കുടിച്ചില്ല, അതുപോലും ഡിക്ലെയർ ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ഹൂ കെയേഴ്സ് എന്നാ ചോദിക്കുന്നത്, ആർക്ക് വേണ്ടി? ഞങ്ങൾ ഇങ്ങനെ തന്നെ സംസാരിക്കണമെന്ന് എവിടെ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ്. അസാധാരണമായിട്ടുള്ള ഒരു തിരിച്ചറിവ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യത്തിലുണ്ട്. ഇന്ന് ഈ ഗ്രൂപ്പ് ഈ 9ാമത്തെ പാരമ്പര്യത്തിന്റെ ഷെയറിങ്ങിന് മുമ്പ് ഡെയിലി റിഫ്ലക്ഷൻ വായിച്ചു. ആ ഡെയിലി റിഫ്ലക്ഷന്റെ പ്രിന്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റിൽ ഒരു അംഗത്തിന്റെ ഷെയറിംഗ് കൊടുത്തിരിക്കുന്നതിൽ ലാസ്റ്റ് പാരഗ്രാഫില് അവിടെ ഒരു ചോദ്യം, അവിടെ ഒരു 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 ഷെയറിംഗ് ഉണ്ട്. ഈ ഉള്ളിലെ ഞാൻ ആ പേജ്, ഞാൻ ആ വാക്ക് ഓഗസ്റ്റ് 22 ആ ഷെയറിങ്ങില് ഞാൻ ആ പേജ് ഒന്ന് എടുത്തോട്ടെ.
വല്ലാതെ ഒരു ടച്ച് ചെയ്തൊരു വാക്കാണ്. അതില് എഴുതിയിരിക്കുന്ന എന്നിലെ ശൂന്യതാബോധം മനുഷ്യരിലൂടെ നിറയ്ക്കപ്പെടുമെന്നുള്ള വിശ്വാസം ഞാൻ ഉപേക്ഷിച്ചു. മദ്യം എടുത്ത് മാറ്റിയ സ്ഥലത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിനെയോ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിനെയോ അതൊന്നുമല്ല എടുത്ത് സ്ഥാപിക്കാൻ പറയുന്നത്. എന്തായാലും ആ വലിയ ശക്തി എന്ന് പറയുന്ന ആ വലിയ ശക്തിയെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ തിരിച്ചറിവുണ്ട്. മനുഷ്യരെ ആശ്രയിക്കില്ല, മനുഷ്യരുടെ അടിമയാവില്ല. ചേട്ടാ സാറെന്ന് വിളിക്കുന്നു, ഏമാനെ, അങ്ങുന്നേ, ഡോക്ടറെ, എഞ്ചിനീയറെ. എന്തുകൊണ്ട് ഒരു കൂലിപ്പണിക്കാരനെ സംബോധന ചെയ്യുന്നില്ല, തോട്ടിപ്പണിക്കാരനെ സംബോധന ചെയ്യുന്നില്ല? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മനുഷ്യരെ പൂജിക്കുന്ന ഒരിടമല്ല ഇത്. അസാധ്യമായിട്ടുള്ള എന്തിനൊക്കെ ഞാൻ അടിമപ്പെട്ടിരുന്നോ ആ അടിമത്വത്തിന്റെ ചങ്ങല വെട്ടി മുറിക്കാനാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. അതുകൊണ്ടാണ് ഇത് പിന്നെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോം ആയിട്ട് മാറിയത്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യ സെഞ്ചുറി ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ നമ്മളെ ബൈബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്രിസ്തീയ മതത്തിന്റെ തത്വങ്ങളുടെ എല്ലാം ചങ്ങലകളെ ആൽക്കഹോളിക്സ് അനോണിമസ് വെട്ടി മുറിച്ച് ദൂരെ കളഞ്ഞത് ഇതിന്റെ പാരമ്പര്യങ്ങളിലൂടെയാണ്. അപ്പോ ഇവിടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ ഇതിനകത്ത് വളരെ കൂളായിട്ട് തന്നെ തിരിച്ചു വരും. എന്നിട്ട് അവർ പറയും, ഞങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾക്ക് ഞങ്ങളെ പുറത്തു നിർത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കമ്മിറ്റി ഒരു സ്പോൺസറോ എക്സ് ഓർ വൈ നിരന്തരം മദ്യപാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മദ്യത്തോടൊപ്പം തന്നെ മറ്റ് ലഹരി വസ്തുക്കളുടെയോ പ്രത്യേക തരത്തിലുള്ള പലതരത്തിലുള്ള അടിമത്തങ്ങളുള്ള ഒരു വ്യക്തിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കരുത്, അത് പ്രശ്നമാണ്. നിങ്ങൾ ഒരുപാട് തവണ എന്താണ് അവർ സാധാരണ പറയുന്ന ഒരു പ്രയോഗം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുറത്തുള്ള ഡി അഡിക്ഷൻ സെന്റേഴ്സിൽ നിന്നും മറ്റു പുറത്തുള്ളവരിൽ നിന്നും വന്ന ഒരു ശൈലി എന്താണ്, സന്ദേശം വഹിക്കുക, കുടിയനെ ചുമക്കേണ്ടതില്ല എന്ന് ആര് പറഞ്ഞു? അതെന്റെ ഇഷ്ടമാണ്. കുടിയനെ ചുമക്കണോ വേണ്ടയോ, കുടിയന് പണം കൊടുക്കണോ വേണ്ടയോ, അതെന്റെ ഇഷ്ടമാണ്. കുടിയനെ എന്റെ വീട്ടിൽ താമസിപ്പിക്കണോ വേണ്ടയോ, എന്റെ ഇഷ്ടമാണ്. അതിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്പോൺസറോ കമ്മിറ്റിയോ ഉത്തരവുകൾ ഇറക്കേണ്ടതില്ല. ഇത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രകടമായിട്ടുള്ള ഒരു ശൈലിയാണ് എന്ന് വെച്ച് പേജ് 173 ചോദിക്കുന്നത്, കൂടുതൽ പരിചയസമ്പന്നരായ അംഗങ്ങളിൽ നിന്നും ഒരു അംഗത്തിന് ഉപദേശമോ നിർദ്ദേശമോ സ്വീകരിക്കുന്നില്ല എന്നല്ല ഇത് അർത്ഥമാക്കുന്നത്. ഇവിടെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനമാണ് ഇറക്കുന്നത്. വളരെ വളരെ സ്നേഹത്തോടെ നയപരമായിട്ട് വേണമെങ്കിൽ ഒരു നിർദ്ദേശം മുന്നിൽ വെക്കാം. പക്ഷെ സാറ് കളിക്കാനോ പഠിപ്പിക്കാനോ വന്നാൽ പോയി പണി നോക്കണമെന്ന് പറയും. അതാണ് ഈ 9ാമത്തെ പാരമ്പര്യത്തിൽ ഇവിടെ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്. എന്റെ 12ാം പടി പ്രവർത്തനം എങ്ങനെ വേണമെന്ന് അത് ഞാൻ തീരുമാനിക്കും. എന്റെ റിക്കവറിക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുന്ന ഒരിടം, അത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെയോ അത് നിങ്ങളുടെ സ്പോൺസറിന്റെയോ സഹായം ചോദിച്ചാൽ പറഞ്ഞാൽ മതി, അവരുടെ കയ്യിലിരിക്കട്ടെ എന്ന് വെച്ചിട്ട് എനിക്ക് ഇത്തിരി അനുസരണക്കേടുണ്ടെന്ന് വെച്ചിട്ട് എന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കാനോ അതും സാധിക്കില്ല. 9ാമത്തെ പാരമ്പര്യം വീണ്ടും അടിയുറച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മറ്റു പാരമ്പര്യങ്ങളിലൊന്നും, ചില പാരമ്പര്യങ്ങളിൽ ഇത്തിരി തമാശ രൂപത്തിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഞാൻ അത് വ്യക്തമായിട്ട് ഇവിടെ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. അതായത് നല്ല സുന്ദരമായിട്ട് ഒരു അംഗത്തിനെ വിമർശിക്കുന്നുണ്ട്. അത് ആരുമാവാം. ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പരിചയസമ്പന്നരായ അംഗങ്ങളുടെ ഒരു ഉപദേശമോ നിർദ്ദേശമോ സ്വീകരിക്കില്ല എന്ന് എഴുതിയിട്ടില്ല. അവർ സ്വീകരിക്കാം, പക്ഷേ തീർച്ചയായിട്ടും ഉത്തരവുകൾ സ്വീകരിക്കില്ല. അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ ചെന്ന് അവിടുത്തെ ഗ്രൂപ്പുകളോട് അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പറയാൻ കഴിയുന്ന വിവേകമതിയായ ഒരു പഴമക്കാരനേക്കാൾ വെറുക്കപ്പെട്ടതായി വേറെ ആരുണ്ട്?
എയുടെ നന്മയ്ക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ അപായ സൂചന കാണുന്ന, അത് ഇൻവെർട്ടഡ് കോമയ്ക്കകത്താണ് കേട്ടോ, പഴമക്കാരനും അയാളെ പോലെയുള്ളവരും ഏറ്റവും ശക്തമായ പ്രതിഷേധവും അല്ലെങ്കിൽ കൂടുതൽ വഷളായ പരിഹാസവും അഭിമുഖീകരിക്കുന്നു. ചുരുക്കത്തിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ, ഇനി ലോങ് ടൈമർ ആവട്ടെ, ഓൾ ടൈമർ ആവട്ടെ, കുറെ വർഷങ്ങൾ പിന്നിട്ട ആളാവട്ടെ, അയാൾ ഒരു പഠിപ്പിസ്റ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആൾ കാസർഗോഡ് ഇരിക്കുന്ന ഗ്രൂപ്പിനെ പഠിപ്പിക്കാൻ പോകണ്ട. അതിന് കാസർഗോഡ് ആളുണ്ട്. അതിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങളുണ്ട്. എയുടെ അച്ചടക്ക പാലകർ ആരാണെന്ന് ഈ പാരമ്പര്യത്തില് തുടർന്നുള്ള സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇതിന് ഈ ഗ്രൂപ്പുകൾക്ക് ഒരു വ്യക്തിയോട് ഒരു നിർദ്ദേശം കൊടുക്കാൻ കഴിയില്ല, ഒരു അംഗത്തിനും വേറൊരാളെ അനുസരിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ന്യൂയോർക്കിലുള്ള ജനറൽ സർവീസ് ഓഫീസിൽ നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കോഴിക്കോടുള്ള അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയുള്ള ഒരു ഗ്രൂപ്പിന്റെ ഒരു ഇഷ്യൂ എഴുതി അങ്ങോട്ട് അറിയിക്കുകയാണ്. അങ്ങോട്ട് എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ ഉടൻ അവർ ആ ഇഷ്യൂവിന് നിങ്ങൾ എക്സും വൈയും പറഞ്ഞ ഇഷ്യൂവിൽ വൈ പറഞ്ഞതാണ് ശരിയെന്ന് ഒരു മറുപടിയൊന്നും കൊടുക്കില്ല. ആ മറുപടി കൊടുക്കുന്ന ശൈലി ഇങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഈ കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എയിലെ ഭൂരിഭാഗം അനുഭവം നിർദ്ദേശിക്കുന്നതായി തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സജഷൻ കൊടുക്കുമെന്നാണ്. എന്നിട്ട് ആ പാരഗ്രാഫിൽ തന്നെ പറയുന്നത്, വ്യക്തിപരമായോ കൂട്ടത്തോടെയോ അംഗങ്ങളോട് ആജ്ഞാപിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഒരു ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗം അയാള് ഇനി എന്ത് തെറ്റ് ചെയ്താലും ശരി തന്നെ ആജ്ഞാപിക്കാൻ മറ്റുള്ളവർക്ക് കഴിയില്ല. പിന്നെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മൾ പുറത്തുള്ള സമൂഹത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരു സമൂഹമായപ്പോ മതം ധിക്കാരികളായ വികൃതികളാണ്, അവർ വളരുകയുമില്ല, സാമൂഹികമായി പൊരുത്തപ്പെടില്ല. അതുപോലെ തന്നെ പിന്നെ ഈ ഡോക്ടർമാര് നമ്മളെ കുറിച്ച് പല കാഴ്ചപ്പാടുകളും പറഞ്ഞു. അതായത് അവർ പറഞ്ഞതാണ്, ഇവിടെ പേജ് 174 കിടക്കുന്നത്, ധിക്കാരികളായ വികൃതികൾ, അവർ വളരുകയുമില്ല, സാമൂഹിക രീതികളുമായി പൊരുത്തപ്പെടുകയുമില്ല, മനോരോഗ വിദഗ്ധൻ, എനിക്കിത് മനസ്സിലാകുന്നില്ല, അവന്മാർക്ക് വട്ടായിരിക്കും എന്ന് തെരുവിലെ ഒരു മനുഷ്യനും നാട്ടുകാര് പറയുന്ന ഒരു ശൈലിയാണ് അതൊക്കെ. നമ്മുടെ രീതികൾ അങ്ങനെയല്ലേ. ഇത്തരം നിരീക്ഷകരെ എല്ലാം തന്നെ എയിലെ വ്യത്യസ്തത കാണാതെ പോയി. എന്നിട്ട് ഈ സ്വാതന്ത്ര്യം സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് എങ്ങനെ പണി തരുമെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. രോഗശമനത്തിന് നമ്മൾ നിർദ്ദേശിച്ച 12 പടികളും തന്റെ കഴിവിന്റെ പരമാവധി എയിലെ ഓരോ അംഗവും അനുസരിക്കാത്ത പക്ഷം അയാൾ തീർച്ചയായും തന്റെ മരണപത്രത്തിൽ ഒപ്പുവെക്കുകയാണ്. അയാളുടെ മദ്യാസക്തിയും നാശവും അധികാരത്തിലിരിക്കുന്നവർ അടിച്ചേൽപ്പിച്ച പിഴകളല്ല, ആത്മീയ തത്വങ്ങളോടുള്ള അയാളുടെ വ്യക്തിപരമായ അനുസരണക്കേളിൽ നിന്നാണ് അവൻ ഉത്ഭവിക്കുന്നത്. വളരെ വ്യക്തമാണിത്. കുടിക്കുന്നതിനേക്കാൾ ഭേദമാണ് മറ്റെന്ത്. എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ ഇത്തരം ശക്തമായ ഭീഷണി ഗ്രൂപ്പിന് ബാധകമാണ്. എയുടെ 12 പാരമ്പര്യങ്ങളോടും ഏറെക്കുറെ പൊരുത്തമില്ലാത്ത പക്ഷം, ഇവിടെ എയുടെ 12 പാരമ്പര്യങ്ങളോടും 100% പൊരുത്തപ്പെടാത്ത പക്ഷം എന്നല്ല എഴുതിയിരിക്കുന്നത്. തെറ്റാനുള്ള അവകാശം വ്യക്തിക്കും ഗ്രൂപ്പിനും ഉണ്ട്. അത് നമ്മൾ മുൻപുള്ള പാരമ്പര്യത്തിലൊക്കെ അത് വ്യക്തമായിട്ട് പറഞ്ഞതുമാണ്. തെറ്റാനുള്ള അവകാശം ഗ്രൂപ്പിനും വ്യക്തിക്കുമുണ്ട്. ആ തെറ്റിൽ നിന്ന് ഒരു പക്ഷേ പാഠം പഠിച്ച് തിരിച്ചു വന്നാൽ സന്തോഷം. ഇത്തരം ശക്തമായ ഭീഷണി ഗ്രൂപ്പിനും ബാധകമാണ്. എയുടെ 12 പാരമ്പര്യങ്ങളോടും ഏറെക്കുറെ പൊരുത്തമില്ലാത്ത പക്ഷം ഗ്രൂപ്പ് ക്ഷയിക്കുകയോ നശിക്കുകയോ ചെയ്യും. അതുകൊണ്ട് എയുടെ അംഗങ്ങളായ നമ്മൾ ആത്മീയ തത്വങ്ങൾ തീർച്ചയായും അനുസരിക്കുന്നു. എന്നിട്ട് ആരാണ് നമ്മുടെ അച്ചടക്ക പാലകരെന്ന് ഇവിടെ എഴുതിയിട്ടിരിക്കും. ആത്യന്തികമായി ഇത്തരം അനുസരണ ലഭ്യമാക്കുന്ന ജീവിത രീതിയെ നമ്മൾ സ്നേഹിക്കുന്നു എന്നതിനാൽ കടുത്ത യാതനകളും മഹത്തായ സ്നേഹവുമാണ് ഏതൊരു അച്ചടക്ക പാലകർ. നമുക്ക് മറ്റാരും വേണ്ട. ഇത്രയും വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആൽക്കഹോളിക്സ് അനോണിമസ് നട്ടലുള്ള മനുഷ്യർ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ. നമ്മൾ സ്നേഹിക്കുന്നു, അനുസരണം ലഭ്യമാക്കുന്ന ജീവിത രീതിയെ നമ്മൾ സ്നേഹിക്കുന്നു എന്നതിനാൽ കടുത്ത യാതനകളും മഹത്തായ സ്നേഹവുമാണ് ഏതൊരു അച്ചടക്ക പാലകർ. നമുക്ക് മറ്റാരും വേണ്ട. കഴിഞ്ഞു. ഇവിടെ ഇനി ഈ ചുരുക്കം വരികളിൽ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 9ാമത്തെ പാരമ്പര്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്,
നമുക്ക് നമ്മളെ ഭരിക്കുന്നതിന് വേണ്ടി ഒരു ബോർഡിനെ നിയമിക്കേണ്ടതില്ലെന്ന കാര്യം വ്യക്തമാവുന്നു. പക്ഷേ നമുക്ക് സേവനത്തിന്റെയും അധികാരത്തിന്റെയും, നിക്ഷിപ്ത അധികാരത്തിന്റെയും സേവനത്തിന്റെ അന്തസത്തകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ രണ്ട് തത്വങ്ങളും നമ്മൾ ചിലപ്പോൾ ധ്രുവങ്ങളുടെ അന്തരമുണ്ട്. കാരണം ഈ സേവനത്തിന്റെ ആത്മാവിലാണ്, നോക്കൂ, ഇവിടെ പലപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ട്രസ്റ്റഡ് സർവൻസിനെ തിരഞ്ഞെടുക്കുന്നതും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പിന്റെ ട്രസ്റ്റഡ് സർവൻസിനെ തിരഞ്ഞെടുക്കുന്നതും പക്ക റിസെന്റ്മെന്റ്സിലാണ്, മത്സരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പാരമ്പര്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത്തരം സേവനത്തിന്റെ ആത്മാവിലാണ്. സേവനത്തിന്റെ ആത്മാവിലാണ് എ ഗ്രൂപ്പിന്റെ അനൗപചാരികവും മാറി മാറി വരുന്ന കമ്മിറ്റിയെയും ഒരു മേഖലയ്ക്ക് വേണ്ടിയുള്ള ഇന്റർ ഗ്രൂപ്പിനെയും എകൾ മൊത്തത്തിലായിട്ടുള്ള ജനറൽ സർവീസ് കോൺഫറൻസിനെയും നമ്മൾ തിരഞ്ഞെടുത്തത്. സേവനത്തിന്റെ ആത്മീയതയാൽ നയിക്കപ്പെടുന്നവരെ. ഇത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എയിലെ ഓരോ അംഗത്തിന്റെ ലക്ഷ്യം വ്യക്തിഗത സുബോധമാണെന്നതുപോലെ സുബോധം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ സേവനങ്ങളുടെ ലക്ഷ്യവും. ആ ലക്ഷ്യം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സുബോധം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, അത് ലണ്ടനിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ഖത്തറിലാവട്ടെ, എവിടെയാവട്ടെ, ചാലക്കുടിയിലാവട്ടെ, തിരുവനന്തപുരത്താവട്ടെ, അപ്പോ സുബോധം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ ഗ്രൂപ്പിന്റെ ദൈനംദിന ജോലികൾ ആരെങ്കിലും ചെയ്യണ്ടേ? ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ആരെങ്കിലും എടുക്കണ്ടേ? നമുക്ക് വരുന്ന മെയിൽ തുറന്ന് അതിനൊരു മറുപടി കൊടുക്കണ്ടേ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയുന്ന തരത്തിലുള്ള എയുടെ പ്രവർത്തനം നിലയ്ക്കും. നമ്മുടെ സഹായം ആവശ്യമുള്ളവരുമായുള്ള നമ്മുടെ ബന്ധം അറ്റുപോകും. എക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ അതേസമയം തന്നെ അമിതമായ സമ്പത്തിന്റെയും അമിതമായിട്ടുള്ള സമ്പത്തിന്റെയും അഭിമാനത്തിന്റെയും, അതുപോലെ നമ്മളെ ആൽക്കഹോളിക്സ് അനോണിമസ് അല്ലാത്ത മറ്റ് സംഘടനകളെ പ്രലോഭിപ്പിക്കുന്ന ഈ അധികാരത്തിന്റെയും ഈ പറഞ്ഞ അഭിമാനത്തിന്റെയൊക്കെ അപകടങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ 9ാം പാരമ്പര്യം ഒരു പ്രായോഗികമല്ല എന്ന് തോന്നും ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ യഥാർത്ഥ പ്രവർത്തനത്തിൽ സേവന താല്പര്യത്താൽ മാത്രം സജീവമാക്കപ്പെടുന്ന ഘടന ഇല്ലാതെയുള്ള ഒരു സംഘടനയാണ് ഈ പാരമ്പര്യം വിഭാവനം ചെയ്യുന്നത്. ഒരു യഥാർത്ഥ കൂട്ടായ്മ, ഒരു സംഘടിതമായ പ്രസ്ഥാനം എന്നതിനേക്കാളും ആത്മീയതയുടെ, ഒരു സേവനത്തിന്റെ ആത്മീയതയാൽ നയിക്കപ്പെടുന്ന വ്യക്തികളുടെ ഒരു ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു യഥാർത്ഥ കൂട്ടായ്മയായിട്ട് വരുന്നു. ഇവിടെ സംഘടിതമായ പ്രസ്ഥാനമല്ല, പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം അത് ആവശ്യമുള്ള വ്യക്തികളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവനം ആ വ്യക്തികളിലേക്ക് എത്തിക്കാൻ ആവശ്യം വേണ്ടുന്ന സംഗതികൾ സാധാരണ സമൂഹത്തിലെ അധികാരത്തിന്റെയോ അഭിമാനത്തിന്റെയോ കണക്കിൽ കവിഞ്ഞ സമ്പത്തിന്റെയോ അടിസ്ഥാനത്തിൽ അല്ലാതെ, അതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ ദാരിദ്ര്യം എടുത്തത്. ആൽക്കഹോളിക്സ് അനോണിമസ് അംഗത്വ നിയമങ്ങൾ എടുത്തു കളഞ്ഞത്. ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു കമ്മിറ്റിക്ക് പോലും, ഇനി ഏത് കമ്മിറ്റി ആയാലും ഇവിടുത്തെ ഒരു അംഗത്തിന് പോലും ഒരു അധികാരഭാവത്തോടെയുള്ള നിർദ്ദേശം കൊടുക്കാനോ അനുസരിക്കാനോ ഉള്ള സാധ്യത എടുത്തു കളഞ്ഞിട്ട് ഇതിന്റെ വിഷപ്പല്ലും വിഷസഞ്ചിയും എല്ലാം അടിച്ച് കൊഴിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ സംഘടനാ സാധ്യത പോലും എടുത്ത് തകർത്തിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു കൂട്ടായ്മയിലൂടെ സംഘടിതമായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ എല്ലാ ചേരുവകളും എടുത്ത് മാറ്റിയിട്ട് ഒരു യഥാർത്ഥ കൂട്ടായ്മയിലൂടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം, ഇതിന്റെ ഏക ലക്ഷ്യം, ഗ്രൂപ്പിന്റെ ഏക ലക്ഷ്യം, സ്റ്റിൽ സഫറിങ് ആൽക്കഹോളിക്കിന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെസ്സേജ് എത്തിച്ചു കൊടുക്കുക എന്ന ഏക ലക്ഷ്യത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസിനെ പരുവപ്പെടുത്തുന്ന മറ്റ് പ്രധാനപ്പെട്ട പല പാരമ്പര്യങ്ങളിലും അതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ
9ാമത്തെ പാരമ്പര്യം. ഇതിന് ഏറ്റവും ലളിതമായിട്ട് മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടി വിഭവങ്ങൾ സമാഹരിക്കാനും അതിനുവേണ്ടിയുള്ള കരുക്കൾ ഒരുക്കാനും നമ്മുടെ സേവന കേന്ദ്രങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള കമ്മിറ്റിയുള്ള ബോർഡോ ഒക്കെ ഉണ്ടാക്കി വെക്കാം. പക്ഷെ അതിനൊന്നും തന്നെ മാരകമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു കാര്യവും ചെയ്യാനുള്ള, അതായത് നേരത്തെ പറഞ്ഞത് അതിന്റെ പല്ലും നഖവും ഒക്കെ വലിച്ചു ഊരിക്കളഞ്ഞു. എന്നിട്ട് നിശബ്ദമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജനറൽ സർവീസ് ഓഫീസിന് പോലും നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനം എടുക്കാം, പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് കാണുന്നത് ഇങ്ങനെയാണ് എന്നുള്ളൊരു നിർദ്ദേശം മാത്രമാണ്. ചുരുക്കത്തിൽ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ച പടികളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിലെ സർവ്വ സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു വ്യക്തിക്കും ഗ്രൂപ്പിനും തെറ്റ് ചെയ്യാനുള്ള അവകാശം നിലനിൽക്കെ തന്നെ ഒരു വ്യക്തിയും ഗ്രൂപ്പും ആത്മീയമായ തത്വങ്ങളിൽ അവർ പിന്തുടരേണ്ടതുണ്ട്, അനുസരിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ അതിനെ അനുസരിപ്പിക്കാൻ ഒരു ജേക്കബിനെയോ ഒരു തോമസിനെയോ ഒരു മുഹമ്മദിനെയോ ഒരു ഭാസ്കരനെയോ ആരും ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല. കടുത്ത യാതനയും അതുപോലെ തന്നെ അസാധ്യമായിട്ടുള്ള ആഴത്തിലുള്ള സ്നേഹവുമാണ് നമ്മുടെ അച്ചടക്ക പാലകർ. അത് വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ പാരമ്പര്യത്തില് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നന്ദി. താങ്ക് യു.